കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ രംഗത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. മുൻപൊക്കെ സിനിമകളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയുമാണ് കൃഷ്ണകുമാറിനെ പ്രേക്ഷകർ അറിഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവരും മലയാളികൾക്ക് തങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പ്രിയപ്പെട്ടവരാണ്. ഇതിന് പ്രധാന കാരണം അവർ യൂട്യൂബ് വ്ലോഗുകളിലൂടെ തങ്ങളുടെ ദൈനംദിന ജീവിതം പ്രേക്ഷകർക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നിടുന്നു എന്നതാണ്. ആഘോഷങ്ങളും യാത്രകളും മാത്രമല്ല, കുടുംബത്തിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും തമാശകളും വ്യത്യസ്തമായ ശീലങ്ങളും വരെ ഇവർ വ്ലോഗുകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിൽ സിന്ധു കൃഷ്ണ തന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയുടെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചും മുൻപ് പങ്കുവച്ച ചില രസകരമായ പരാതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുന്നത്. ഒരമ്മയും മകളും തമ്മിലുള്ള ഈ ആത്മബന്ധവും അതിനിടയിൽ കുഞ്ഞു പിണക്കങ്ങളും വ്ലോഗിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്നത് ഏറെ രസകരമാണ്. കൃഷ്ണകുമാറിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സജീവമാകുന്നതിന് പിന്നിൽ ലോക്ക്ഡൌൺ കാലത്തിന് വലിയൊരു പങ്കുണ്ട്. എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കൂടിയ ആ സമയത്താണ് ക്രിയേറ്റീവായ ചില പരീക്ഷണങ്ങളിലേക്ക് ഇവർ കടക്കുന്നത്. കുടുംബത്തിൽ ആദ്യമായി സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയും വരുമാനം സമ്പാദിക്കാൻ തുടങ്ങിയത് മൂത്ത മകളായ അഹാന കൃഷ്ണയായിരുന്നു. സിനിമകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളിലൂടെയും വലിയ തുക സമ്പാദിക്കാൻ കഴിയുമെന്ന് അഹാന തെളിയിച്ചു. മകളുടെ ഈ വരുമാന മാർഗവും ജനപ്രീതിയും കണ്ട് ആദ്യം വീട്ടുകാർക്ക് അതിശയമാണ് തോന്നിയത്. എന്നാൽ വൈകാതെ തന്നെ അമ്മ സിന്ധു കൃഷ്ണയും മറ്റ് സഹോദരിമാരും ഇതേ വഴി തന്നെ പിന്തുടരുകയായിരുന്നു. മക്കളിൽ രണ്ടാമത്തെയാളായ ദിയ കൃഷ്ണ തന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും യൂട്യൂബിൽ വളരെ സജീവമായി. തന്റെ പ്രണയം, വിവാഹം, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ എന്നിവയെല്ലാം ഒട്ടും മറച്ചുവെക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ദിയ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സിന്ധു കൃഷ്ണയുടെ വ്ലോഗുകളിൽ പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള രസകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാറുമുണ്ട്. അത്തരത്തിലൊന്നാണ് ദിയയുടെ ഓൺലൈൻ ഫുഡ് ഓർഡറിംഗിൽ ശീലത്തെക്കുറിച്ച് സിന്ധു പരസ്യമായി പരാതിപ്പെട്ടത്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് താനും ദിയയും തമ്മിൽ വീട്ടിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുള്ളതെന്ന് സിന്ധു കൃഷ്ണ വ്യക്തമാക്കുന്നു. വീട്ടിൽ ആവശ്യത്തിന് ആഹാരം പാകം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ദിയ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് പതിവാണെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. ഉദാഹരണത്തിന്, വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കിയ ദിവസം തന്നെ ദിയ പുറത്തുനിന്നും മറ്റൊരു ഹോട്ടലിൽ നിന്നും ചിക്കൻ വിഭവങ്ങൾ ഓർഡർ ചെയ്തു വരുത്തും. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അയ്യോ, വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന സ്ഥിരം മറുപടിയാണ് ദിയ നൽകാറുള്ളത്. മലയാളികൾ സാധാരണയായി വീടുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് സാമ്പാർ. എന്നാൽ ദിയ കൃഷ്ണയ്ക്ക് ആഗ്രഹം തോന്നിയാൽ സാമ്പാർ വരെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ വഴി ഓർഡർ ചെയ്യുമെന്നാണ് അമ്മ ചിരിയോടെ വെളിപ്പെടുത്തിയത്. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം കാരണം പല ഹോട്ടലുകളിൽ നിന്നായി നിരവധി ഓർഡറുകളാണ് ഒരേ സമയം ദിയയുടെ പേരിൽ വീട്ടിലേക്ക് വരുന്നത്. ദിയയുടെ അമിതമായ ഓൺലൈൻ ഭക്ഷണശീലം വീട്ടിലെ മുതിർന്നവർക്കും പലപ്പോഴും ദഹിക്കാറില്ല. കൃഷ്ണകുമാറിന്റെ സഹോദരിയും ദിയയും തമ്മിൽ ഈ ഭക്ഷണത്തിന്റെ പേരിൽ വീട്ടിൽ എന്നും ചെറിയ രീതിയിലുള്ള ഗുസ്തിയും തർക്കങ്ങളും നടക്കാറുണ്ടെന്നും സിന്ധു കൃഷ്ണ ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് മാറിയിട്ടും ഭർത്താവ് അശ്വിന്റെ വീട്ടിൽ നിന്നും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തുവിട്ടാൽ പോലും ദിയ വീണ്ടും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് കാണാമെന്നും വ്ലോഗ് സ്ഥിരമായി കാണുന്ന ആരാധകരും കമന്റുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദിയ കൃഷ്ണയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചത് മാസങ്ങൾക്ക് മുൻപാണ്. അശ്വിനുമായുള്ള വിവാഹത്തിന് ശേഷം ദിയയുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി കടന്നു വന്നു. ഗർഭകാലത്തെ ശാരീരിക മാറ്റങ്ങളും അനുഭവങ്ങളും പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിച്ചതുമെല്ലാം ദിയ വ്ലോഗിലൂടെ തത്സമയം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഗർഭിണിയായ സമയം മുതൽ പ്രസവം എങ്ങനെയായിരിക്കും എന്നോർത്ത് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് കൃത്യമായി ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. എന്നാൽ പ്രസവ സമയത്ത് അച്ഛനും അമ്മയും ഭർത്താവും സഹോദരിമാരെല്ലാം ഒപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം എനിക്ക് തന്ന ധൈര്യം ചെറുതല്ല. ഈ ഒരു സുപ്രധാന നിമിഷം പ്രേക്ഷകരിൽ നിന്ന് മറച്ചു വെക്കേണ്ട എന്ന് ഞാൻ കരുതി. കുഞ്ഞ് ജനിച്ചതിനു ശേഷം ദിയയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ചും സിന്ധു കൃഷ്ണ വ്ലോഗിൽ സംസാരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ അല്പം അലസത കാണിക്കുമെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ ദിയ അതീവ ശ്രദ്ധാലുവാണ്. മകന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെ ചെയ്യണമെന്ന് ദിയയ്ക്ക് വലിയ നിർബന്ധമുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും വസ്ത്രം ധരിപ്പിക്കുന്നതുമെല്ലാം ദിയ തന്നെയാണ്. ദിയയുടെ ഈ സ്വഭാവം കാണുമ്പോൾ തനിക്ക് തന്റെ പഴയ കാലമാണ് ഓർമ്മ വരാറുള്ളതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു. പണ്ട് തന്റെ മക്കൾ ജനിച്ചപ്പോഴും മറ്റാരുടെയും സഹായമില്ലാതെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യുമെന്ന് സിന്ധുവിനും നിർബന്ധമുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് കുട്ടികളെ വളർത്തുന്ന രീതികളിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞിന് നൽകേണ്ട ആരോഗ്യപ്രദമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ദിയ സമ്മതിക്കുകയാണെങ്കിൽ കൊച്ചുമകന് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സിന്ധു വ്യക്തമാക്കുന്നു. ടെക്നോളജിയുടെയും സോഷ്യൽ മീഡിയയുടെയും അതിപ്രസരമുള്ള ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ വ്ലോഗിംഗ് എന്ന മാധ്യമത്തെ കൃത്യമായി ഉപയോഗിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. സിന്ധു കൃഷ്ണ തന്റെ മകൾക്കെതിരെ പറയുന്ന ഇത്തരം ചെറിയ പരാതികൾ യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹത്തിന്റെ തെളിവാണ്.
ഓൺലൈൻ ഭക്ഷണശീലങ്ങളുടെ പേരിൽ വീട്ടിൽ വഴക്കുകൾ നടക്കുമ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലും ഒരൊറ്റ മനസ്സോടെ ഒന്നിച്ചു നിൽക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നുണ്ട്. കുഞ്ഞതിഥിയുടെ വരവോടെ കൂടുതൽ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയ ഇവരുടെ കുടുംബവിശേഷങ്ങൾക്കായി മലയാളി പ്രേക്ഷകർ ഇന്നും ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്.